വീണ്ടും വാർത്തകളിലേക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോകാം. തൃശ്ശൂരിൽ നിന്ന് 2 കുട്ടികളെ കാണാതായതായി പരാതി ഉയർന്നിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര ആദിവാസി കോളനിയിൽ നിന്നാണ് കുട്ടികളെ കാണാതായത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് കുട്ടികളെ കാണാതായത്? പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? തൃശൂർ മറ്റത്തൂരിനടുത്തുള്ള വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ 2 കുട്ടികളെയാണ് കാണാതായത്. ഈ കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ 2 കുട്ടികളെയും കാണാതായത്. കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജി കുട്ടൻ, അതുപോലെ രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നീ 2 കുട്ടികളെയാണ് കാണാതായത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇവരെ കാണാതായിട്ട്. 2-ാം തീയതി പകൽ 10 മണിയോടെയാണ് കാണാതായതെന്നാണ് പറയുന്നത്. ബന്ധുവീടുകളിലും അതുപോലെ തന്നെ കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലൊക്കെ അന്വേഷണം നടത്തി. പക്ഷേ ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് ഒരു വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ ഇവർക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര പോലീസും അതുപോലെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വനത്തിൽ തപ്പി. പക്ഷേ ഇവരെ കണ്ടെത്താനായില്ല. ഈ തെരച്ചിൽ നാളെയും തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഇവർ വനവാസികളാണ്. അതുകൊണ്ട് തന്നെ കാട് കയറിയാൽ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് എത്താറുള്ളത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് അത്തരത്തിൽ ബന്ധുക്കൾക്കും വീട്ടുകാർക്കൊന്നും ഒരു അങ്കലാപ്പ് ഇല്ലാതിരുന്നത്. പക്ഷേ 5 ദിവസം 6 ദിവസം 7 ദിവസം പിന്നിട്ടിട്ടും ഇവരെ കുറിച്ച് വിവരം ലഭിക്കാതായതോടെയാണ് ഇവർ കുട്ടികളെയും തെരഞ്ഞുള്ള അന്വേഷണം ആരംഭിച്ചത്. മാത്രമല്ല പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും വിവരം അറിഞ്ഞ് വി എസ് സുനിൽകുമാർ, തൃശ്ശൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ ഉൾപ്പെടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പൊതുപ്രവർത്തകർ എന്തായാലും ഇവിടെ എത്തി വിവരങ്ങൾ ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരുൾപ്പെടെ ബന്ധപ്പെട്ട് തൃശ്ശൂർ റൂറൽ എസ്ഡിക്ക് ഉൾപ്പെടെ ഈ അന്വേഷണം വേഗത്തിലാക്കാനുള്ള നിയമനടപടികൾ ആരംഭിക്കാനായിട്ടുള്ള നിർദ്ദേശമെല്ലാം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് വരെ ഈ കുട്ടികൾക്കായിട്ടുള്ള അന്വേഷണം തുടർന്നു എന്നാണ് പറയുന്നത്. രാവിലെ മുതൽ വനത്തിനുള്ളിൽ ആണ്, സ്വാഭാവികമായും ദുഷ്കരമാണ് അന്വേഷണം. എന്തായാലും ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഈ 2 കുട്ടികളെയും കാണാതായിട്ട്. നാളെയും ഇത്തരത്തിൽ ഫോറസ്റ്റ് അതുപോലെ പോലീസിന്റെ സംയുക്ത സേനാംഗങ്ങൾ ഈ കുട്ടികൾക്കായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ലിബീഷ്. തൃശ്ശൂർ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ഒരാഴ്ച മുമ്പ് കാണാതായ 2 കുട്ടികൾക്കായുള്ള അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നു. വെള്ളിക്കുളങ്ങര പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഒരാഴ്ച മുമ്പാണ് ഈ കുട്ടികളെ കാണാതായിരിക്കുന്നത്. ആദിവാസി കോളനിയിലെ 2 കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. 2-ാം തീയതി രാവിലെ പോയിട്ട് പിന്നെ 7 മണി 8 മണിയായിട്ടും കാണാനില്ല. അപ്പൊ ഞങ്ങള് അത് മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ. അപ്പൊ ബന്ധുക്കാരെ അവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയി എല്ലാം അന്വേഷിച്ച് ക്ലിയർ വരുത്തിയിട്ടാണ് ഇന്ന് പോയിട്ട് പറഞ്ഞത് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിലോട് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നലെ പരാതി കൊടുത്ത പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ഥലങ്ങൾ അറിയോ? പോകാറുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അന്വേഷിച്ചിട്ടാണ് വന്നത്. ഇനി പ്രാദേശിക വാർത്തകളിലേക്ക്.